സമാധി എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കേൾക്കാം. ഇല്ല, രഞ്ജിത്ത് സാറ് വിളിച്ചപ്പോൾ രഞ്ജിത്ത് സാറ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യം ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് ശേഷം അവർക്ക് ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് മാത്രമേ അവർക്ക് തീരുമാനങ്ങളും എല്ലാം എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരം ഇതൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി അത് അവരുമായിട്ട് തീരുമാനം എടുത്തിട്ട് വേണം എല്ലാ കാര്യങ്ങളായിട്ട് നിയമം അനുസരിക്കില്ല, ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുന്നു പറയുന്നു. പിന്നീട് ഘട്ടത്തിൽ നിയമം അനുസരിക്കും. ഞാൻ പറഞ്ഞുതരാം. നിയമം അനുസരിക്കാൻ നിങ്ങൾ കോടതി പോകും. ഞങ്ങള് ഇത് നമ്മളത് അപ്പോഴുള്ള കാര്യമല്ലേ. അതല്ലേ ഇന്നലെ നിങ്ങൾ അനുകൂലിച്ച സംഘടനകൾ പറഞ്ഞത് നിങ്ങൾക്ക് ആലോചിക്കാൻ 2 ദിവസത്തെ സമയം വേണം, കാര്യം കുടുംബത്തിനും ഈ സംഘടനകൾക്ക് ആലോചിക്കാൻ സമയം വേണം, നിങ്ങൾക്ക് കോടതിയിൽ ഉൾപ്പെടെ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് നിങ്ങൾ കോടതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ അങ്ങനത്തെ നമ്മൾ 2 ദിവസമല്ല, നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി ഈ സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് ചോദിച്ചറിയണം. അതിനുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ചോദിച്ചറിയണം. അപ്പൊ ആ കാര്യത്തിന് വേണ്ടിയായിരിക്കാം ഗ്യാപ്പ് ചോദിച്ചിട്ടുള്ളത്. ഇന്നലെ ഒത്തുതീർപ്പ് ചർച്ചയിൽ എന്താണേലും ഈ സ്ലാബ് പൊളിക്കേണ്ടി വരും എന്ന് അവർ പറഞ്ഞിരുന്നില്ലേ ഉദ്യോഗസ്ഥർ? ഇന്നലെ അവർ പൊളിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അല്ല, ഇന്നലെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒത്തുതീർപ്പ് ചർച്ച നടത്തിയപ്പോ എന്താണെങ്കിലും ഇത് പൊളിക്കേണ്ടി വരും എന്ന് അവർ അറിയിച്ചില്ലേ? ഇപ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞ ആദ്യം അതാണ് പറഞ്ഞത്. RDO ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല, കളക്ടർ ഞങ്ങളുടെ അടുത്ത് ഈ പൊളിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇവിടെ എന്താണ് നടന്നതെന്ന് RDOയും പറഞ്ഞിട്ടില്ല, കളക്ടറും ഇതിനെ കുറിച്ചായിട്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് ചർച്ചയില്ലായിരുന്നോ? അപ്പോഴോ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ രാജസേനും സനന്ദനും പോയിരുന്നു. ആ സമയത്ത് ചർച്ചകൾ നടന്നില്ലേ? ആ സമയങ്ങളിൽ ചർച്ചകൾ നടന്ന്, പക്ഷെ അവരിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോകണം എന്നാണ് പറഞ്ഞത്. പിന്നെ നോട്ടീസിന്റെ കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾ എന്താ മറുപടി പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഇത് പൊളിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾ സമ്മതിക്കും? അവര് ഒരു തീരുമാനം എടുക്കട്ടെ, ബാക്കി സമ്മതിക്കുന്നത് കാര്യം അത് പിന്നെ ഹിന്ദു ഐക്യവേദിയായിട്ട് തീരുമാനം എടുക്കട്ടെ. ഭരണഘടനയേക്കാൾ വലുത് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം എടുക്കണം.